ഈ കഥ കാണുന്നതിന് മുൻപ് നമ്മൾ ഒരു കാര്യം അറിയണം. നമുക്ക് എല്ലാവർക്കും ഒരു ഹാബിറ്റ് ഉണ്ട്. ഇത് ചെറിയ വിഷയമല്ലേ, പറഞ്ഞാൽ എന്ത് പ്രശ്നമെന്ന്. പക്ഷേ ആ ചെറിയ വിഷയം തന്നെ ചില സമയങ്ങളിൽ വലിയ ഒരു പുയലായി മാറും. വാർത്തകൾ നമ്മുടെ കൺട്രോളിൽ നിന്ന് പുറത്തു പോയാൽ അത് നമ്മുടെ ജീവിതം തന്നെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. ഒരു പയ്യൻ സംസാരിക്കുന്നത് കൊണ്ട് അവന്റെ ജീവിതം എങ്ങനെ മാറി, മൗനം പഠിച്ചതിനു ശേഷം അവൻ എങ്ങനെ ഉയർന്നു, ആ സിമ്പിളായ പക്ഷെ പവർഫുള്ളായ ഒരു കഥ ഇത്. വാങ്ങ കഥയിലേക്ക് പോകാം. ഒരു ചെറിയ നഗരത്തിൽ സുരേഷ് എന്നൊരു യുവാവ് ഉണ്ടായിരുന്നു. അവൻ വളരെ ബുദ്ധിയുള്ളവൻ, വേഗം ആലോചിക്കും. പക്ഷേ അവനൊരു വലിയ കുറവുണ്ടായിരുന്നു. ഏതെങ്കിലും മനസ്സിൽ വന്നാൽ ഉടനെ പറയും. അവന്റെ ഫ്രണ്ട്സ് പല പ്രവശ്യം പറഞ്ഞു. ചില സമയങ്ങളിൽ മൗനമാണ് നല്ലത്. പക്ഷേ അവൻ കേൾക്കുന്നില്ല. ഒരു ദിവസം അവൻ ഒരു വലിയ രാഷ്ട്രീയ നേതാവിന്റെ ഓഫീസിൽ ജോബ് കിട്ടി. അവന്റെ പണി പ്രധാന രഹസ്യ വിവരങ്ങൾ സൂക്ഷിക്കുക. ആദ്യത്തെ ദിവസങ്ങളിൽ അവൻ ഒരു നല്ല പണി ചെയ്തു. ഒരു ദിവസം ഒരു രഹസ്യ മീറ്റിംഗ് നടന്നു. ആ മീറ്റിംഗിൽ ഒരു വലിയ പ്രോജക്ട് സംസാരിച്ചു. അത് പുറത്തു പോയാൽ രാജ്യത്തിനു തന്നെ പ്രശ്നം. സുരേഷ് എല്ലാം കേട്ടു. ആ രാത്രി അവൻ ഫ്രണ്ട്സോട് ടീ ഷോപ്പിൽ ഇരുന്ന്. ഫ്രണ്ട്സ് ചോദിച്ചു, എന്തടാ ഓഫീസിൽ എന്താ നടക്കുന്നത്? അവൻ ചിരിച്ച്, പറയാൻ പറ്റില്ല, പക്ഷേ ഒരു സ്മോൾ ഹിന്റ് പറയാം. അവൻ സംസാരിക്ക തുടങ്ങി. അത് ഹിന്റ് അല്ല, ഫുൾ രഹസ്യമായി മാറി. ആ വിവരം ഒരു വണ്ടേ നിന്ന് മറ്റൊരുവർക്ക് വൈറലായി. അടുത്ത ദിവസം ഓഫീസിൽ കൺഫ്യൂഷൻ, എല്ലാരും ഷോക്ക്. ഈ വിവരം പുറത്തു പോയി എങ്ങനെ? ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. കടസിൽ അത് സുരേഷ് വലി പുറത്തു പോയത് എന്നറിയപ്പെട്ടു. അവൻ ജോബ് നഷ്ടപ്പെട്ടു. പിന്നെ അവന്റെ പേര് നഷ്ടമായി. ആരും അവനെ വിശ്വസിച്ചില്ല. അവന്റെ ജീവിതം ഒരു നിമിഷത്തിൽ തന്നെ തള വീണു. അവൻ ഒരു പാർക്കിൽ തന്നെ ഇരുന്നു. ഞാൻ എന്തിനാ ഇത് ചെയ്ത്? അവന്റെ കണ്ണുകളിൽ കണ്ണുനീർ. അപ്പോൾ ഒരു വയസ്സായ ആൾ അവനെ നോക്കി. അവർ പറഞ്ഞു, വേദന കിട്ടിയത് കാലല്ല, നിന്റെ വാക്കുകളാണ്. ഒരു അമ്പു പോലെ പുറത്തു പോയാൽ തിരിച്ചു വരില്ല. ആ വാക്കുകൾ സുരേഷിന്റെ ഹൃദയത്തിൽ തൊട്ട്. അവൻ മനസ്സിലായി, ഞാൻ പറഞ്ഞത് തെറ്റല്ല, പക്ഷേ പറയാൻ വേണ്ടാത്ത സമയത്ത് പറഞ്ഞത്. ആ ദിവസം മുതൽ അവൻ മാറാൻ തുടങ്ങി. സംസാരിക്കുന്നത് മുൻപ് ആലോചിച്ച് ആവശ്യമുള്ളത് മാത്രം പറഞ്ഞു. പല സമയങ്ങളിൽ മൗനം തിരഞ്ഞെടുത്ത്. ചില വർഷങ്ങൾ കഴിഞ്ഞ് അവൻ വീണ്ടും ജീവിതത്തിൽ ഉയർന്നു. ഈ പ്രവശ്യം എല്ലാരും അവനെ ആദരിച്ച്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണാൽ, പറയാൻ അറിയുന്നവൻ ബുദ്ധിയുള്ളവൻ, പക്ഷേ എപ്പോൾ മൗനം കാക്കണം എന്നറിയുന്നവനാണ് യഥാർത്ഥ ജ്ഞാനി.